അവനോട് എല്ലാ സത്യവും നമുക്ക് തുറന്നു പറയാം. ഇനി വൈകിട്ട് കാര്യമില്ല, നമുക്ക് ചെന്ന് പറയാം. ആടി എനിക്കറിയാം, വൈകിട്ട് കാര്യം നമുക്ക് ചെന്ന് പറയാം. പക്ഷെ എങ്ങനെ പറയാമെന്ന് ഓർത്തു എനിക്ക് ടെൻഷൻ. പറയാം. നിങ്ങൾ രണ്ടുപേരുമോ? എടാ ഞാൻ അറിയാതെ കാർ ഓടിച്ചപ്പോൾ കാറ് ചെന്ന് ഇടിച്ചാടാ, അതാടാ. ഞാൻ ചെയ്യൂലടാ. എടാ നിന്നോട് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്, ഞാൻ ശ്രദ്ധിച്ച് കേൾക്കണം. ചിലപ്പോൾ അത് നിനക്ക് താങ്ങാൻ പറ്റിയില്ലെന്ന് വരും, പക്ഷെ താങ്ങണം. നിൻ്റെ കൂടെ ഞങ്ങൾ എപ്പോഴും കൂടെ കാണും. പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഞാൻ ഇപ്പം പറയാതെ എങ്ങനെ, അവൻ തന്നെ പറയട്ടെ ആദ്യം. നിങ്ങൾ രണ്ടുപേരും ആരെങ്കിലും ഒരാളൊന്ന് പറ. ഇപ്പം തന്നെ എനിക്ക് കാലിൻ്റെ വേദന. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പം നിങ്ങൾ രണ്ടുപേരും എന്നെ ടെൻഷൻ അടുപ്പിച്ചിപ്പോൾ കൊല്ലുമോ? ഒന്ന് പറയടാ നിങ്ങളൊന്ന്. എടാ നമ്മുടെ ജിയ ട്രെയിനിങ്ങിന് പോയി അവിടെ ഗ്യാസ് പൊട്ടിത്തെറിച്ച് ജിയ ആ കൂടെ മരിച്ചെന്നാടാ പറയുന്നത്. നോ, ഞാൻ ഇത് വിശ്വസിക്കില്ല. നിങ്ങൾ രണ്ടുപേരും എന്നോട് പച്ച കള്ളം പറയുമല്ലേ. എനിക്കറിയാം നീ കള്ളം പറയാൻ, ഞാൻ വിശ്വസിക്കത്തില്ല ഇതെന്തായാലും. എന്താടാ ചിമ്മി, ഞങ്ങൾ പറയുന്നത് എങ്ങനെയാടാ കള്ളം? ഞങ്ങൾ പറയുന്നത് സത്യമാടാ. കള്ളം പറയേണ്ട ആവശ്യമില്ലല്ലോ, സത്യമാടാ പറയുന്നത്. അവള് മരിച്ചടാ, നമ്മളെ വിട്ട് അവള് പോയടാ, സത്യമാ. എടാ എടാ അവൾക്ക് നമ്മളെ വിട്ട് പോകാൻ പറ്റുമോടാ? ഞാനെങ്ങനെ സഹിക്കും? അവളെൻ്റെ രണ്ട് കൈ കിടന്നില്ല വളർന്നത്. അതേടാ നിന്റെ കൂടെ നീ അവളെ അച്ഛനായിട്ടും അമ്മയായിട്ടും ഒരു ചേട്ടൻ്റെ സ്നേഹം എല്ലാം നീ കൊടുത്തു വളർത്തി. പക്ഷെ നമ്മളെ വിട്ട് നമ്മള് പോയടാ. ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? എടാ അച്ഛനും അമ്മയും പോയപ്പോൾ എൻ്റെ കൈ കിടന്നാണ് എൻ്റെ കൊച്ചിനെ ഞാൻ വളർത്തി, എൻ്റെ കൊച്ചിനെ ചേർത്ത് പിടിച്ചത്. എന്നിട്ട് അവൾ എന്നെ വിട്ട് പോയല്ലോടാ. ചിമ്മി, ഞങ്ങൾക്കറിയാം നിനക്ക് വിഷമമുണ്ടെന്ന്. വെച്ചാൽ നീ വളർത്തിയ കൊച്ചല്ലേ പോയത്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോടാ? എന്നാലും അവൾ എന്നെ വിട്ട് പോയില്ലടാ. അവൾ പോയപ്പോൾ എന്നാണ് എന്നെ വിളിക്കാഞ്ഞേ? എനിക്ക് ഇത് സഹിക്കാൻ പറ്റത്തില്ല. അവളില്ലാത്ത ലോകത്ത് എനിക്കും വേണ്ടടാ. ഞാനും അവളുടെ കൂടെ പോകുക. അച്ഛനും അമ്മയും പോയപ്പോൾ എൻ്റെ കൈ തടിച്ച് തന്നതാ. അവളിപ്പോൾ എന്നെ വിട്ട് പോയില്ലടാ. ആടാ നീയും പൊക്കൂ, ഞാൻ തന്നെ ഇവിടെ നിന്നോളാം ഈ ഭൂമി. നീയും പൊക്കൂ, എനിക്ക് ഞാനും വേണ്ട. നീ എൻ്റെ സോൾമേറ്റ് അല്ലടാ. നീ ഇപ്പോൾ എന്നെ വിട്ടു പോയി എനിക്ക് ആരുണ്ട്? ആടെ എനിക്കറിയാം, ഞാൻ പോയാൽ നിനക്ക് ആരും കാണില്ലെന്ന് എനിക്കറിയാം. എടാ എനിക്ക് അവളെ ഒന്ന് കണ്ടാ മതിയടാ. എൻ്റെ കൊച്ച് പോയപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് പോയത്. ഇച്ചായ ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞതാടാ. എൻ്റെ കൊച്ച് എന്നേക്കായിട്ട് പോവാന്ന് എനിക്ക് അറിയത്തില്ലടാ. എനിക്ക് അവളെ ഇപ്പോൾ ഒന്ന് കണ്ടാ മതിയടാ. എടാ അവളെ കാണാൻ പറ്റിയില്ലടാ. അവളുടെ ശരീരം ഫുള്ള് കത്തിപ്പോയെന്നാ അവിടെയുള്ള ആൾക്കാരെല്ലാം പറഞ്ഞു. പിന്നെ ഞാനും പോയി തിരക്കിയായിരുന്നടാ, കാണാൻ പറ്റില്ല. എടാ ആദ്യം നീ ധൈര്യം കൊടുക്കേണ്ടടുത്ത് നീ കൂടെ കരയുവാണോ? അവൻ ഒന്നുകൂടെ വിഷമാകത്തില്ലോടാ നീ കൂടെ കരഞ്ഞു കഴിഞ്ഞാ. ആടാ അതാ നല്ലത്. കത്തിക്കരഞ്ഞ ശരീരം കാണാതിരിക്കുന്നേ നല്ലത്. നിങ്ങളിപ്പോൾ പൊക്കോ, എനിക്ക് കുറച്ചു നേരം തനിയെ ഇരിക്കണം. നിങ്ങൾ രണ്ടുപേരും പൊക്കോ ഇവിടുന്ന്. നിന്റെ സങ്കടം എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ലടാ. നീ എണ്ണിക്കുമ്പോൾ ഇനി ഞാൻ നിന്റെ കരച്ചിൽ കാണണല്ലോടാ. നമ്മുടെ കൊച്ച് നമ്മളെ വിട്ടു പോയില്ല. എൻ്റെയും കൂടെ കൊച്ചല്ലേടാ അവള്. എന്ത് ചെയ്യാനാണ്? അവള് നമ്മളെ വിട്ടു പോയില്ലേ? എങ്ങനെ ഈ അവസ്ഥ എന്ത് മാറൂടാ നമ്മള്? എനിക്ക് നിന്നെ ഇങ്ങനെ കണ്ടു നിൽക്കാൻ പറ്റുന്നില്ലടാ ചിമ്മി. ആടെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ സങ്കടം. ജിയനെ എനിക്ക് അറിയാലോടാ, കുഞ്ഞിലെ മുതൽ അവളെ. നല്ലൊരു കൊച്ചായിരുന്നു. എന്ത് ചെയ്യാനാടാ? നീ പക്ഷേ ജിമ്മിയുടെ കൂടെ എപ്പോഴും കാണണം. ചിലപ്പോൾ അവൻ ഡിപ്രഷനിലോട്ട് വരെ പോകാൻ സാധ്യതയുണ്ട്. നീ എപ്പോഴും അവൻ്റെ കൂടെ തന്നെ കാണണം. ആടി ഞാൻ അവൻ്റെ കൂടെ എപ്പോഴും കാണും. ജിയോടെ ഞങ്ങളെ വിട്ട് പോയതുകൊണ്ട് ചിലപ്പോൾ എൻ്റെ ജിമ്മി എന്നെ ഇട്ടിട്ട് പോയാലോ? എനിക്ക് പേടിയാടി. അതുകൊണ്ട് ഞാൻ എപ്പോഴും അവൻ്റെ കൂടെ തന്നെ കാണും. എല്ലായിടത്തും പോയി ഞാനും അവൻ്റെ കൂടെ തന്നെ കാണും.
നാളെ തന്നെ ഡിസ്ചാർജ് ചെയ്തേക്കും. പിന്നെ വീട്ടിലോട്ടൊരു പെൺകുട്ടിയെ ഞാൻ വേണേൽ പറഞ്ഞിടും, ഒരു നേഴ്സിനെ. അവൻ്റെ കാര്യങ്ങളും ടാബ്ലറ്റൊക്കെ എടുത്തു കൊടുക്കാനും ഒക്കെ ഒരാൾ നല്ലതല്ലേ. അതിനുവേണ്ടി ഞാൻ പറഞ്ഞു വിടാം നാളെ തന്നെ. നോക്കട്ടെ. ആടി ഒരു നേഴ്സിനെ പറഞ്ഞു വിടുന്നത് നല്ലത്. അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുമല്ലോ. അന്നേ പിന്നെ ഞാൻ ഡിസ്ചാർജിനുള്ള കാര്യങ്ങളൊക്കെ നോക്കട്ടെ. ഞാൻ എന്നിട്ട് നാളെ തന്നെ വരാം അവനെ കൊണ്ടുപോകാനൊക്കെ. കേട്ടോ, നീ അവനെ നോക്കിക്കോണേടി നന്നായിട്ട്.